മലപ്പുറം വളാഞ്ചേരിയിൽ +2 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമെന്ന് പരാതി. ഇരുമ്പിളിയം GHSSലെ വിദ്യാർത്ഥി റഷീദിനാണ് പരുക്കേറ്റത്. 10ഓളം വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് പരാതി. സംസാരിക്കണ പോലെ അടുത്തേക്ക് വന്നപ്പോൾ ബാക്കിൽ നിന്ന് തലക്ക് എന്തുകൊണ്ടോ അടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നിന്നും ബാക്കിന്നും എല്ലാവരും അടിച്ചു, ചവിട്ടും കുത്തുമൊക്കെ ചെയ്തു. എന്തുകൊണ്ടൊക്കെ പുറത്തും മുഖത്തും കണ്ണമ്മയും ചുണ്ടൊക്കെ അടിച്ചു. തലക്ക് നല്ല അടിയിട്ട് ഞാൻ തലയും മുഖമൊക്കെ പൊത്തിപ്പിടിച്ച നോക്കുമ്പോൾ എൻ്റെ കൈ രണ്ടും ഇതാ വലിച്ച് ഇട്ട്. പിന്നെ ഞാൻ പിന്നാക്കം പോകാൻ നോക്കുമ്പോൾ പിന്നെ പിടിച്ച് വലിച്ചങ്ങോട്ട് തന്നെ ഇട്ട്. എടുത്ത പെരയിൽ ലൈറ്റ് കണ്ടപ്പോഴാണ് ഒരു പോയത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഇത് സഹപാഠികളാണോ ചെയ്തത്? ആരാണ്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, സഹപാഠികളാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് റഷീദ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. 11 മണിയോടുകൂടി ഇവരുടെ സഹപാഠികളായ വിദ്യാർത്ഥി വീട്ടിൽ വന്ന് റഷീദിനെ വിളിക്കുന്നു, പുറത്തേക്ക് വരാൻ പറയുന്നു. അങ്ങനെ സുഹൃത്ത് ബന്ധം എന്നുള്ള നിലയ്ക്ക് റഷീദ് പുറത്തേക്ക് ഇറങ്ങുകയും തൊട്ടപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അവിടെ കൂടി നിൽക്കുകയായിരുന്ന 10ഓളം വരുന്ന സഹപാഠികളായ വിദ്യാർത്ഥികൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യം പിൻഭാഗത്ത് നിന്ന് വടി കൊണ്ട് തലക്കടിച്ചു, പിന്നാലെ മറ്റുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. ഇരുമ്പ് കമ്പി ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥിയുടെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കണ്ണിനും അതോടൊപ്പം തന്നെ പുറംഭാഗത്തും മൂക്കിനും തലക്കും ഉൾപ്പെടെ സാരമായി ഈ റഷീദിന് പരിക്കേറ്റിരിക്കുകയാണ്. കുട്ടിയെ നിലവിൽ വളാഞ്ചേരിയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് മർദ്ദനമേറ്റ റഷീദ്. എന്താണ് കാരണമെന്ന് തനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി വ്യക്തമാക്കിയിട്ടുള്ളത്. വളാഞ്ചേരി പോലീസ് ഉടൻ തന്നെ ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ.